ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് വെജിറ്റബിൾ ഓയിൽസ് ആണ്. അതായത് വെജിറ്റബിൾ ഓയിൽസിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതും ഇതുമായിട്ട് റിയലി കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടില് വെളിച്ചെണ്ണയും ഗീയും ഒക്കെയാണ് കുക്കിങ്ങിന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അമേരിക്കയിലും മറ്റുമൊക്കെ അവിടെ ഉപയോഗിച്ചിരുന്നത് ടാലോ, ബീഫ് എടുക്കുന്ന ഫാറ്റ്, ലാഡ്, ബട്ടർ, സ്വെറ്റ്, അതായത് അനിമൽസിന്റെ ഓർഗൻസ് എടുക്കുന്ന ഫാറ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവിടെ കുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ലോകത്തിലെ എല്ലായിടത്തും ഇത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. സീഡ് ഓയിൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ഭയങ്കരമായിട്ട് വന്നു. അത് കോൺ ഓയിൽ ആവാം, കോട്ടൺ സീഡ് ഓയിൽ ആവാം, സോയാബീൻ ആവാം, സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ്, കനോള ഓയിൽ ഒക്കെ. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഓയിലുകൾ അവർ വന്നു എന്നുള്ളത്. ഇതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മെഷീനുകളൊക്കെ, വലിയ ടെക്നോളജികൾ നമ്മൾ കാണുന്ന വലിയ ഫാക്ടറികളൊക്കെ വന്ന സമയത്ത് ഈ ഫാക്ടറികളുടെ മെഷീന് ഓയിൽ വേണം. എന്തിനു വെച്ചാൽ ലൂബ്രിക്കന്റ് ആയിട്ട്. അതായത് നമ്മളിപ്പോ എഞ്ചിൻ ഓയിലും ബ്രേക്ക് ഓയിലും ഒക്കെ നമ്മൾ വണ്ടിയിലൊക്കെ ഒഴിക്കൂലേ. കാരണം എന്താ വെച്ചാൽ ഇത് സ്മൂത്ത് ആയിട്ട് എഞ്ചിന് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഗ്രീസ് ഇട്ട് കൊടുക്കും. അപ്പൊ ഗ്രീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഇതേപോലെ തന്നെ ലൂബ്രിക്കന്റ് ആയിട്ട് ഓയിലുകൾ ഉപയോഗിച്ചിരുന്നു ഈ വലിയ വലിയ മെഷീനുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നത്തെ കാലത്ത്, ആദ്യകാലത്ത് വെയിലിന്റെ, അതായത് തിമിംഗലത്തിന്റെ ഫാറ്റ്, തിമിംഗലത്തിന്റെ ഓയിലാണ് ഉപയോഗിച്ചത്. തിമിംഗലത്തിൽ നിന്ന് എടുക്കുന്ന അതിന്റെ ഫാറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് ഈ ലൂബ്രിക്കന്റ് ആയിട്ട്. ഓക്കെ, ഈ മെഷീനറീസിലൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരുപാട് തിമിംഗലത്തിന് വേട്ടയാടുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുകയും അതിനെ അങ്ങനെ വേട്ടയാടാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ വരികയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈ തിമിംഗലത്തിന് പകരം ഒരു അൾട്ടർനേറ്റീവ് സോഴ്സ് വേണമായിരുന്നു. ഓക്കെ, കാരണം ഈ മെഷീനറീസ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ലൂബ്രിക്കന്റ് ആവശ്യമാണ്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്, അന്നത്തെ കുറച്ച് ആളുകൾക്ക് മനസ്സിലായി, നമുക്ക് കോട്ടൺ സീഡ് ഓയിൽ, നമ്മളെ പരുത്തിക്കുരുവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഗ്രീസി ടൈപ്പ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുകയും അങ്ങനെ പരുത്തിക്കുരുവിൽ നിന്ന് ഇവരൊരു ഓയിൽ ഉണ്ടാക്കി. ഇത് വളരെ അൺസ്റ്റേബിൾ ആണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് omega-6 ഫാറ്റി ആസിഡ്സ് ആണ്. omega-6 ഫാറ്റി ആസിഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് കുറച്ച് അളവിൽ മാത്രമേ ശരീരത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് കൂടുതൽ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അത് തീപിടുത്തം ഉണ്ടാക്കും, അൺകൺട്രോൾഡ് ഫയർ ഉണ്ടാക്കും. നമുക്കൊരു ലിമിറ്റഡ് എമൗണ്ട് ഫയർ വേണം. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ കിച്ചണിൽ നമ്മളെ സ്റ്റൗവ് റൈറ്റ് എമൗണ്ടിൽ കത്തുകയാണെങ്കിൽ, ഫയർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം. അതേസമയം കിച്ചൺ മൊത്തം കത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യും. നമ്മളെ എൻറ്റയർ ഹൗസിന് നമുക്ക് ഭക്ഷണം കിട്ടൂല, നമ്മളെ വീട് തന്നെ നഷ്ടപ്പെടുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ചെറിയ ലെവലിലുള്ള ഫ്ലെയിമുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടും. പക്ഷെ omega-6 ഫാറ്റി ആസിഡ്സ് ഈ ഫ്ലെയിമിനെ എന്താ ചെയ്യുക, എരുതിയിൽ എണ്ണ ഒഴി